ഹായ്, ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. നമ്മളിവിടെ ചെയ്യുന്നത് സാധാരണ ഒരു വണ്ടിയുടെ ബാലറ്റ് വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ രാവിലെ വണ്ടി എടുക്കുമ്പോഴോ അല്ലെ 2-3 ദിവസം കൂടി നിർത്തിയിട്ട് എടുക്കുമ്പോഴൊക്കെ രാവിലെ സെൽഫ് അടിക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടാവാതെ വരുന്നൊരു പ്രശ്നം. അപ്പം ലൈറ്റ്, ഹോണ്, ബാക്കി എല്ലാ ഭാഗവും വർക്ക് ചെയ്യും. വണ്ടിയുടെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സെൽഫ് അടിക്കുമ്പോൾ മാത്രം ഒരു പവറില്ലാതെ, അതായത് എൻജിൻ മെല്ലെ ഒന്ന് തിരിഞ്ഞ് അവിടെ നിൽക്കും. ആ ഒരു കംപ്ലൈൻറ്റ്. അപ്പം അങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റ് നമുക്ക് സ്വന്തം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ എന്താ പ്രശ്നം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് തുറന്ന് നോക്കുക. വെള്ളം കുറവോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെൽഫ് ഒന്ന് അടിച്ചു നോക്കുക. എന്നിട്ട് ഞാനിവിടെ പറയുന്ന ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം എന്താ കംപ്ലൈൻറ്റ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു ജമ്പർ കേബിൾ എടുത്തിട്ട് ജസ്റ്റ് ഷോർട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാതെ തന്നെ വണ്ടിയിൽ നിന്ന് ടോപ്പ് അഴിച്ചതിന് ശേഷം ഒരാൾ സെൽഫ് അടിച്ചു നോക്കുക. ഒരാൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഷെല്ലിൽ ഇങ്ങനെ തിളച്ച് വരും. ചിലതൊക്കെ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക, ചിലത് ഇങ്ങനെ തിളച്ചൊരു പുക പോലെ അങ്ങനെ വരും. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ചാർജ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഷെല്ല് ഡെഡായതോ ഷോർട്ടായിട്ട് ആണ് അങ്ങനെ തിളയ്ക്കുന്നത്. ഇപ്പം വണ്ടിയുടെ ഷെല്ല് എന്നല്ല, നമ്മളുടെ വീട്ടിലെ ഇൻവേർട്ടറൊക്കെ ആണെങ്കിലും ബാക്കപ്പ് കുറവൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓണാക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ PPO ബാറ്ററി ലോ കാണിക്കുന്നുണ്ടോ, ഇൻവെർട്ടർ PP എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേണേൽ തുറന്ന് നോക്കിയാലും നമുക്ക് അറിയാൻ കഴിയും ഷെല്ല് ഇങ്ങനെ തിളയ്ക്കുന്നതാണ് ഇൻവേർട്ടറിൻ്റെതോ